എന്റെ കൊറിയൻ ദൈവങ്ങളെ മിന്നിച്ചേക്കണം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചുള്ള ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാവരും എഴുന്നേറ്റതേ ഉള്ളതേ. എഴുന്നേറ്റ ഉടനെ സ്വന്തം വീഡിയോ TV-യിൽ കാണുന്ന രണ്ടുപേര്. ഞാനിനി കിച്ചണിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ കിച്ചണിലോട്ട് വന്നു. അപ്പോൾ ഇന്ന് ഞാനും ജേസൺ ചേട്ടനും ഉണ്ട്, ഹാർലിനുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി കേട്ടോ. സോ ഓൾറെഡി 8:30 അന്ന് ഞാൻ ഓർത്തേ കഴിഞ്ഞ ദിവസം ഷോർട്സിലിട്ട കൊഴുക്കോട്ടയില്ലേ അത് തന്നെ ഉണ്ടാക്കാം. നെൽപ്പൊടി വെച്ചുള്ള കൊഴുക്കോട്ട ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അത്. എനിക്ക് പക്ഷേ ശർക്കര ഇടാൻ പറ്റത്തില്ല. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നെഞ്ചരിയാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടുന്നത്. പക്ഷെ പഞ്ചസാര ഇടുന്നത് പഞ്ചസാരയൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ് കാര്യം. പക്ഷെ ഒരു നൊസ്റ്റാൾജിക് രുചിയാണ്. അങ്ങനെ നമുക്ക് വേഗം ഉണ്ട പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മണി 9 ഓൾറെഡി. പിന്നെ എങ്ങനെ വിശക്കാതിരിക്കും? അത് നല്ല റൗണ്ടായിട്ട് കൊടുക്കുക. കുറച്ചേരം അങ്ങനെ അമർത്തരുത്. ഇങ്ങനെ അതെന്താണ് ഇത് മറ്റേ എന്താണ് പറക്കം തെളിക്കുന്നത്? അങ്ങനെ ഉണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെക്കാം. കുറച്ചു നേരം ഇത് ആവിയൊക്കെ പിടിക്കട്ടെ. അങ്ങനെ നോക്കാം. നമ്മളിത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഹാർലിനും ജേസൺ ചേട്ടനും എന്താണ് പരിപാടിയെന്ന് ഒരു ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രഷ് എങ്ങനെയാണോ ബ്രഷ് ചെയ്യുന്ന കുട്ടികളെ? ഇത് ബേബി ഷാർക്ക് എവിടെയോ ഓടുന്നുണ്ടല്ലോ. ബേബി ഷാർക്കിനെ ഇവിടെ വെച്ചിരിക്കണം. ഓക്കെ അങ്ങനെ അവർ ബ്രഷ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇത്? എങ്ങനെ പോകുന്നുണ്ട്? ഓക്കെ. പക്ഷെ ജേസൺ ചേട്ടനാണ് കേട്ടോ എക്സ്പേർട്ട് എന്നെക്കാളും ഹാർലിനെ നോക്കാനായിട്ട്. കൊള്ളാം. എന്തായാലും നടക്കട്ടെ. നമുക്ക് നമ്മുടെ എന്തായാലും നോക്കാം. ആയിക്കൊണ്ടിരിക്കുന്നു കൊഴുക്കോട്ട. ഇനി ഇവർ ബ്രഷ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കൊഴുക്കോട്ട കൊടുക്കണമല്ലോ. നോക്കാം എങ്ങനെ പോകുന്നതാണ്. കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാണ് കേട്ടോ. ഇവരെന്നും ഇങ്ങനെ പ്രാർത്ഥിക്കും അവിടെ കേട്ടാ. ഹാർലിൻ നല്ല കൊച്ചുങ്ങൾ കേട്ടോ. വെൽ ഡൺ. ഗുഡ് മോർണിംഗ് പറയാമോ? ഉമ്മ നല്ല. അത് നല്ലതാ. ബൈ. നല്ല ചൂടുണ്ട് കേട്ടോ. കഴിച്ചു നോക്കട്ടെ. അവളുടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് ചൂടാറും. കാല ആശ്വാസം എന്ന നിലക്ക് ആപ്പിൾ റൈസ് ക്രാക്കർ കഴിക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് കൊടുത്തതാണ്. എന്താ ചേട്ടാ? മഴയായിരിക്കും. ഇത് നേരത്തെ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? മഴ പീജിൻ വന്നിട്ടുണ്ടെന്ന് കാണാൻ പോകുന്നുണ്ടോ? ഡോ ഇത് പീജിൻ അല്ല, ഇത് ഡോവാ. ഇവിടുത്തെ ഡോവിനെ കാണാൻ പോയി നിൽക്കുന്ന ഹാർലിൻ. എവിടെ ഡോ ഉണ്ടോ? അവിടെ ഡോ ഇല്ല നിൽക്കുന്നുണ്ടല്ലോ. ഒരു ഡോ വന്നിട്ടുണ്ട്. ഇവിടെ തണുപ്പൊക്കെ കുറയുമ്പോഴാണ് കേട്ടോ ഇവർ വരുന്നത് പുറത്ത്. ഇന്ന് സോഫയിലിരുന്നാണ് ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ. ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നാ? നമ്മൾ വാതിൽ തോന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളിന്ന് പുറത്തോട്ട് പോകാനായിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുക. ഹാർലിനും ഞാനും റെഡിയായി. ഡാഡയ്ക്ക് കുറച്ച് മോൾഡിൻ്റെ സ്പ്രേ ഒക്കെ അടക്കേണ്ട കാരണം അവിടെ നിൽക്കുക. അവിടെ വെയിറ്റ് ചെയ്യണം. ഓർഡർ വണ്ടി വരും.
അങ്ങനെ ഹാർലിൻ്റെ അലമ്പ് കാരണം അകത്ത് കയറിയിരുന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചല്ലേ ഞങ്ങള്. ഡാഡ വരാനായിട്ട്. ഓ ഇത് ഡാഡ വരുന്നതിന് ഞങ്ങൾ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ച്, ഇവിടെ ഇരിക്കാന്ന് അല്ലേ. പുറത്ത് തണുപ്പുണ്ട് അല്ലേ ഹാർലിൽ നിന്ന്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെയുള്ള. അപ്പം ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അതൊരു കുറച്ച് ഇൻസ്പിറേഷൻ ഉണ്ട്. ഹാർലിൻ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് ഹാർലിൻ്റെ മുടിയൊക്കെ വിട്ടു അല്ലേ ഞങ്ങള്. ഹാർലിൻ ഇന്ന് കരയോ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകണം അല്ലേ ഏട്ടാ? ഓക്കെ, പോസ്റ്റ് ഓഫീസിലോട്ട് പോവാം. ഇന്ന് എല്ലാ ദിവസത്തിനേക്കാളും ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ ഇവിടെ. സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുകയാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തെത്തിരിക്കുക. ഇതെനിക്ക് 1-2 മണി വരെയാണെന്ന് തോന്നുന്നു. അതെ 2 മണി വരെ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഓഫീസിലെത്തി. അവിടെ നിന്നൊരു ഫോം തന്നു, അത് ഫില്ല് ചെയ്തിട്ട് എടുത്ത് വെക്കുക. ഇനി അവിടെ കൊടുക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോകാൻ. അടിപൊളി ഒരു ചർച്ച, പക്ഷെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റ്. ഞാൻ ആദ്യം വന്ന സമയത്തൊക്കെ ഇതിനകത്ത് പോയി ഒന്ന് നോക്കിയായിരുന്നു, പക്ഷേ ഇവരുടെ ഈ മാസമൊന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് ഇവിടെ റെസ്റ്റോറൻറ്റാണ് ഇതിനകത്ത്. ഹാർലിനുള്ള ഏത്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ മേടിക്കും. നിറയെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. സമയത്ത് ഹാർലിന് ഉറങ്ങിപ്പോയി കേട്ടോ. ഞാനാണ് പുതക്കുന്നത് എടുത്തില്ലായിരുന്നു, പക്ഷെ ഇന്ന് വലിയ അത്രക്ക് തണുപ്പില്ലാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഉറങ്ങുക. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് പാലൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ഇത് അറിയത്തില്ല. ഇനി എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ നോക്കണം, എന്നിട്ട് പാലൊക്കെ എടുക്കാം. പനീർ വെച്ചുള്ള എന്തോ ഒരു റെസിപ്പി ഉണ്ട്, പക്ഷെ അത് ട്രൈ ചെയ്ത് നോക്കണം. എരിശ്ശേരി ഉണ്ടാക്കാം. മത്തങ്ങ എടുത്തോ? വൻപയറുണ്ട്. ഇവിടെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കേട്ടോ. എല്ലാം ഇപ്പോൾ വന്നാന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം അതിൽ നിന്ന് കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ ഈ ഇയർ എൻഡിലെ അവസാനത്തെ ആനുവൽ ലീവാണ് കേട്ടോ, ഒരുമിച്ചുള്ളത്. അപ്പോൾ അത് കാരണം ഇന്ന് ഇച്ചിരി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സെലിബ്രേറ്റ് ചെയ്യുമല്ലോ, പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന്. ഇനിയിപ്പോൾ അടുത്ത ഇയർ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇനി ഏപ്രിൽ തന്നെയാണ്. ഏപ്രിൽ ഒരു എന്തോ ഫസ്റ്റ് തൊട്ടേ ലീവാണ് കേട്ടോ, ആനുവൽ ലീവ്. എന്നാലും കുഴപ്പമില്ല, എന്നാലും പറയാമല്ലോ ഈ ഇയറിലെ അവസാനത്തെ ഞങ്ങളുടെ ആനുവൽ ലീവാണ് ഒരുമിച്ച്. എന്തോ പഠിക്കുവാണോ? ഓർഡർ ചെയ്യാം കേട്ടോ. എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം നമുക്ക് ബെറ്റർ സാധനം തന്നെ പർച്ചേസ് ചെയ്യണം. പർച്ചേസ് അല്ലേ, ബെറ്റർ സാധനം തന്നെ സെലക്ട് ചെയ്യണം. ഇന്ന് ജയ്സിൻ്റെ ട്രീറ്റാണ്. സാലറി ഒക്കെ വന്നതല്ലേ, അപ്പോൾ ഇന്ന് ട്രീറ്റും. പാവം ആറിന് ഉറങ്ങിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ലഞ്ച് ഡേറ്റാണ് ഇപ്പോൾ. ഇവരുടെ ഇങ്ങനത്തെ ഒരു നമ്മുടെ പപ്പടം പോലത്തെ ഒരു സാധനം വിത്ത് സോസ് വന്നിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. സോസ് കൊള്ളാം കേട്ടോ, എന്നോട് കഴിക്കാണ്ട്. വെർജിൻ കൊളാഡ ആ സംഭവം വന്നിട്ടുണ്ട്. ഇതെനിക്ക് റിയാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നല്ല രസമുണ്ട്. കൊറിയൻ ചിക്കൻ ട്രൈ ചെയ്യാൻ പോകുന്ന ജെയ്സിൻ ചേട്ടാ. കഴിച്ചോളൂ. കൊള്ളാം അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഇനി കഴിച്ചിട്ട് പറ. ചൂടുണ്ടോ? ഗ്രീൻ ലീൻ. ആപ്പിൾ, ലെമണേഡ്, പിന്നെ കുക്കുംബർ അല്ലേ, അങ്ങനെ എന്തോ. ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളിയായിട്ടല്ലേ? എങ്ങനെയുണ്ട്? പക്ഷെ എൻ്റെ വെർജിൻ കൊളാഡ സൂപ്പറാണ്. ഞങ്ങൾ നാളെ വന്നപ്പോൾ എനിക്ക് റിയാണ് അത് പറഞ്ഞു തന്നാൽ. പക്ഷെ അടിപൊളി സാധനം കേട്ടത്. ഐസല്ല, പക്ഷെ അത് ടേസ്റ്റ് ചെയ്യാം ഭയങ്കര. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സ്പൈസി രാമേൻ അല്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്തത്. അന്ന് ഞാൻ ട്രൈ ചെയ്തത് സാധാരണ രാമേനായിരുന്നു. എങ്ങനെയുണ്ടോ നോക്കി സ്പൈസി. അന്ന് ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വന്നത്, അതുകൊണ്ടാണ്. പക്ഷെ എന്നോട് ഷിബി ചേച്ചിയൊക്കെ പറഞ്ഞായിരുന്നു കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. സ്റ്റാർട്ടർ സ്പൈസി സ്വീറ്റ് ചിക്കൻ.
ഉണ്ടല്ലോ തോന്നുന്നു മുഖം കണ്ടിട്ട്. കള്ളൻ. ഇവിടെ ശരിക്കും നല്ലൊരു വൈബുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുഡ് നമ്മൾ നോക്കി ഓർഡർ ചെയ്തില്ലെങ്കിൽ അന്നത്തെ പോലെ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കിയത്. കുറച്ച് സ്പൈസി ചില്ലിയൊക്കെ ഓർഡർ ചെയ്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. സിംസീഡ് സോസ് അങ്ങനത്തെ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് കൊള്ളാം കേട്ടോ സംഭവം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഇതൊന്നും ട്രൈ ചെയ്യേണ്ടതായിരുന്നു. ഹാർലിനൊന്നും അറിയണ്ട, അവിടെ ഒരു അവൾ ഉറങ്ങുമ്പോൾ ഇതൊക്കെ കഴിക്കുന്നതാണ്. പാവം, നല്ല ഉറക്കം. നമ്മുടെ വെർജിൻ കൊളാടയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആസ് യൂഷ്വൽ സൂപ്പറായിട്ടുണ്ട്. അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിനെ അങ്ങോട്ട് അവഗണിച്ച് വിടുകയാണ് ചെയ്തത്. പക്ഷേ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫാനായി. എൻ്റെ കൊറിയൻ ദൈവങ്ങളെ മിന്നിച്ചേക്കണേ. ഇതാ നേരത്തെ പ്ലെയിൻ പോർക്ക് രാമേനേക്കാളും സൂപ്പറാണ്, സ്പൈസി. കൊള്ളാം. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ ചേട്ടാ. ഞാൻ ഈ സംഭവം പിടിക്കാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്യുന്നു. കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് വന്നപ്പോൾ എടുത്തതിൻ്റെ തന്നെ വേറൊരു സംഭവം. പക്ഷെ ഇത് സീ ഫുഡ് മിക്സ് ആയതുകൊണ്ട് ജെയ്സൺ ചേട്ടൻ ഇത് വേണമെന്ന് പറഞ്ഞു കേട്ടോ. ജെയ്സൺ ചേട്ടൻ കഴിക്കട്ടെ. എനിക്കത്ര വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല കേട്ടോ. എനിക്ക് എന്ത് എരിവ് കഴിച്ചാലും ഒരു ടിഷ്യൂ പേപ്പർ കഴുകി വെക്കണം കേട്ടോ. എരിവ് ഒരു തുള്ളി കഴിക്കാൻ പറ്റത്തില്ല. സുഷി മേടിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സുഷിക്ക് പോലാണ് ആ മിക്സ്ഡ് ഫ്രൂട്ട് സംഭവം മേടിച്ചത്. ശരിക്കും സുഷി മേടിച്ചാൽ മതിയായിരുന്നു. എനിക്കൊന്നും ആ മീൻകറി ഇടത്തിട്ട് മുട്ട ആയിരുന്നാണ്. കുറച്ച് സൂപ്പും കൂടെ കുടിക്കാം. അങ്ങനെ ഒസാക്കയിൽ നിന്നും ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. ഇനി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇനി എന്തോ മുടി കെട്ടണം അല്ലേ. പുതിയ ന്യൂ മോഡലിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ള അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ജെയ്സൺ ചേട്ടൻ മുടി വെട്ടാനായിട്ട് പോയി. ഞാനോർത്ത് എനിക്കൊരു 1-2 ലിപ്സ്റ്റിക്കൊക്കെ നോക്കണം. അപ്പോൾ ബൂട്ട്സിലേക്ക് കയറാമെന്ന് വിചാരിച്ചിരിക്കുക. ഇൻസ്റ്റൻറ്റ് ഐബ്രോയുടെ ഒരു സംഭവം ഇത് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോയിലൊക്കെ. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. മേടിക്കണോ വേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. ഈ സംഭവം ഇൻസ്റ്റൻറ്റ് ബ്രോ പല സാധനങ്ങൾ മേടിച്ച് ഫ്ലോപ്പായതുകൊണ്ട് തൽക്കാലം അതവിടെ വെച്ചു. അതിന് വേറെന്ത് മേടിക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ജെയ്സൺ ചേട്ടൻ ഇവിടെ മുടി വെട്ടാൻ പോയി കേട്ടോ. അവിടെ ഞാനും ഹാർലിനും കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കും. ഹാർലിൻ്റെ ഇവിടെ ക്രാക്കർ കഴിക്കുന്നു. ഉച്ചക്കൊന്നും കഴിച്ചില്ല. അവിടെ ഹാർലിന് ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ അല്ലേ ഉറക്കത്തിൽ നിന്ന്. ക്ഷീണമാണല്ലോ അങ്ങോട്ട് മൊത്തം. ഓക്കെ ഹായ് പറഞ്ഞു. ഡാഡ വരുന്നത് നോക്കി ഹാർലിനും അമ്മയും നോക്കിയിരിക്കുവാണല്ലേ. കഴിഞ്ഞാൽ തോന്നണം. ഇപ്പം അധികം വീട്ടിലേക്ക് പോകാതായിരിക്കും നല്ലത്. മുടിയൊക്കെ വെട്ടി വന്നു. ഹാർലിൻ ഉറക്കത്തിൽ നിന്നിട്ട് സെറ്റായിട്ടില്ല. ഹാർലിൻ്റെ മുടി വീട്ടിൽ വെട്ടണോ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വെട്ടിക്കണോ എന്നുള്ള ഡിസ്കഷനിലാണ് അല്ലേടാ. ഇവിടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ നോക്കാം. ഓക്കെ എന്നിട്ട് അങ്ങോട്ട് ആക്റ്റീവായിട്ടില്ല പുള്ളിക്കാരി. ജെയ്സൺ വന്നു കഴിഞ്ഞാണ് പിന്നെ ഒന്ന് ചെറുതായിട്ട് സെറ്റായി കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക് പോവാം. പക്ഷെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ഇനി കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. എന്തെല്ലാം പരിപാടിയുണ്ട്.